ഹായ്. ഹലോ. അങ്ങനെ വീക്ക്ലി പോഡ്കാസ്റ്റ് വീക്ക്ലി പോഡ്കാസ്റ്റ് 8ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പ്ലേ ഓഫ് തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തില്ല, ഞായറാഴ്ച എടുത്തില്ല. കുറച്ച് മറ്റേ ഇഷ്യൂ അല്ല, ബിസി ആയിരുന്നു. അപ്പോൾ അത് നമ്മളിന്ന് ബുധനാഴ്ച എടുക്കുകയാണ്. ബുധനാഴ്ച എടുക്കുന്നു, ഇത് വ്യാഴാഴ്ച ബുധനാഴ്ച എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ക്വാളിഫയർ കഴിഞ്ഞ് ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത്. നമ്മുടെ കമൻറ്റ് ഏറ്റവും ഒറ്റ നോക്കിയ മത്സരമായിരുന്നു അത്. അതെ, കാരണം പ്രിൻസ് വേഴ്സസ് കിങ് എന്നൊരു ഇതിലായിരുന്നു ആര് കളിയിടുന്നത്. പ്രിൻസ് ജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. കമൻറ്റേറ്റേഴ്സ് സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് മേൽക്കൈ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കറിയാം കിങ്ങിന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തൂക്കിയടിച്ചായിരുന്നു. അങ്ങനെ ഗില്ല് സംഘവും ഫസ്റ്റ് ക്വാളിഫയറായിട്ട് സെക്കൻഡ് ക്വാളിഫയറിലോട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്തത് ഇന്നത്തെ മത്സരം സൺറൈസ് രാജസ്ഥാൻ. മത്സരത്തിൽ എന്താവും നമുക്കൊന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നലത്തെ കളി എന്താണ് പറയാനുള്ളത്? ഇന്നലത്തെ കളി പറയുന്നതിന് മുമ്പ് കഴിഞ്ഞൊരു 1.5 ആഴ്ചത്തെ കുറേ സസ്പെൻസ് ത്രില്ലർക്ക് മാച്ച് കഴിഞ്ഞാണ് നമ്മൾ ഈ ക്വാളിഫയറിലോട്ടെത്തി. ചെന്നൈ കയറോ LSC മുംബൈ പുറത്താണെന്നറിയാം. പഞ്ചാബ് കൊൽക്കത്ത പറഞ്ഞില്ല, പഞ്ചാബ് നമ്മൾ പറഞ്ഞു. പഞ്ചാബ് ആദ്യമേ പോയി. ചെന്നൈ പറഞ്ഞു, ചെന്നൈ പോയി. പിന്നെ ഇവർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. GT ഞാൻ പറഞ്ഞില്ല, ഇവർ പറഞ്ഞു GT കയറി. രാജസ്ഥാൻ ഞാൻ പറഞ്ഞു, അത് കയറി. സന്തോഷം. പിന്നെ കഴിഞ്ഞ നമ്മുടെ അങ്ങനെ ഫുൾ ഒരു സസ്പെൻസ് ആയിരുന്നു. ആര് കയറും, ആര് പുറത്താവും. ലാസ്റ്റ് മാച്ച് ലാസ്റ്റ് സ്പോട്ടിന് കുറച്ച് ചൊറി കട്ട് പൊതു ഒന്നും കൂടെ. ഇപ്പം ലാസ്റ്റ് സ്പോട്ടിന് ഭയങ്കര അടിയായിരുന്നു. KKR ഉണ്ടായിരുന്നു, രാജസ്ഥാൻ ഉണ്ടായിരുന്നു, പഞ്ചാബ് ഉണ്ടായിരുന്നു, ചെന്നൈ ഉണ്ടായിരുന്നു. ചെന്നൈ ആദ്യമേ വേണ്ടെന്ന് വെച്ചു. പിന്നെ കൊൽക്കത്ത പൊരുതിയെങ്കിലും അവസാനം നടന്നില്ല. കൊൽക്കത്തയുടെ നമ്മൾ നല്ലൊരു പൊരുത്തലായിരുന്നു. പഞ്ചാബിന്റെ അവസാനത്തെ കളി അവസാനത്തെ ലാസ്റ്റ് മാച്ച് ഒരു 6 മാച്ചസിന് ശേഷമുള്ള പഞ്ചാബിന്റെ മാച്ച് കൊള്ളായിരുന്നു. സെഞ്ചുറി സെഞ്ചുറി. പക്ഷെ KKR ഇതൊന്നും മൈൻഡില്ല. 2 കളി അടുപ്പിച്ച് ജയിച്ചു. മുംബൈ രാജസ്ഥാൻ ജയിച്ചോടെ അവർ കയറി. പിന്നെ അതിന് മുമ്പുള്ള 3 ടീമിനെ നോക്കണ്ട. 18, 20, 18, 16 പോയിൻ്റാണ് അവർക്ക്. ആ ലെവലിൽ റൺ റേറ്റ് ഉണ്ട്. അപ്പം ആ 3 സ്പോട്ട് ഓൾറെഡി ഫിൽഡാണ്. 4ാമത്തെ സ്പോട്ടിനുള്ള അടി RR കയറി. അതൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ ക്വാളിഫയറിലോട്ട്. ഇപ്പോൾ ക്വാളിഫയർ 2-ൽ ഇന്നത്തെ ക്വാളിഫയർ 2-ൽ ഇപ്പം എന്തായാലും ആര് ജയിക്കുക? സൺറൈസും രാജസ്ഥാൻ വെച്ച് നോക്കും. ടഫാണ്. രണ്ടുപേരും കളിക്കുന്ന ബാറ്റിംഗ് നോക്കിയാൽ 2 പേർക്ക് അടിച്ച് കളിക്കുന്ന ബാറ്റിംഗ് ഉണ്ട്. വമ്പൻ സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന 2 പ്ലേയേഴ്സ് 2 ടീമിലുണ്ട്. പഞ്ചാബിൽ വെച്ച് തന്നെ ഇന്നലത്തെ പഞ്ചാബിൽ തന്നെയാണ് അടുത്ത കളി. അവിടെ എനിക്ക് മേൽക്കൈ തോന്നുന്നത് സൺറൈസിനാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരൊറ്റ ആൾ പാറ്റ് കമ്മിൻസ് പുള്ളിക്കാരൻ്റെ പാറ്റ് കമ്മിൻസിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി അതാണ്. അതുള്ളത് കൊണ്ടുള്ള ഇത് മാത്രമേ. കാരണം നല്ല അറിയാന്നുള്ള പിച്ചാണ്. 2023 ഇന്ത്യ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ വീണ്ടും ഓർമ്മിക്കാൻ താല്പര്യപ്പെടുന്നില്ലത്. രണ്ടാമത് ടൂർണമെൻറ്റ് നോക്കിയാലും ഇഷാൻ കിഷൻ കൊണ്ടുപോയി ഒരു സെറ്റ് തന്നെയാണ് ടീം പോയത്. അത് കഴിഞ്ഞ് പുതിയ ക്യാപ്റ്റൻ വരുമ്പം മിക്ക ടീമുകൾക്കും എന്തെങ്കിലും ഒരു ഷിഫ്റ്റോ അല്ലെങ്കിൽ വേറെ പ്ലെയറിനെ കൊണ്ടുവരിക. ഇതങ്ങനെ ഒന്നുമില്ല. ഉള്ളതിനേക്കാൾ പിന്നെ ഇമ്പ്രൂവ് ആയാണ് SRH പോയത്. ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിൽ പിന്നെ പറയണ്ട. ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഒരു ബോളിംഗ് ചേഞ്ച് വന്നാൽ ഒരു വിക്കറ്റ് കിട്ടും. അങ്ങനത്തെ രീതിക്ക് ആ രീതിയിൽ ഫുൾ അങ്ങനെയാണ് SRH പോകുന്നത്. പിന്നെ പറയാൻ പറ്റൂല, എല്ലാവരും കളിയാണല്ലോ. കഷ്ടകാലത്തിന് തീർന്നല്ലോ. കഷ്ടകാലത്തിൻ്റെ തുടക്കം തന്നെ ഹെഡും അഭിഷേക് ശർമ്മ ഔട്ടായ ഒരു പ്രഷറിനെ ആവില്ല. ക്ലാസ്സിനും ഇഷാൻ കിഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊരു പരിചയമായിരിക്കണം. പിന്നെ എറിയണത് പാറ്റ് കമ്മിൻസ് ആണെന്ന് ബോധമൊന്നും അപ്പുറത്തേക്ക് ചെറുക്കനില്ല. അത് വേറൊരു സത്യം. അതുള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത മത്സരം തന്നെയാണ്. എനിക്കെന്തായാലും 1 മതി, അത് തന്നെ ധാരാളം. ഞാൻ 2 അല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. ഒരക്ഷരം പോലും തെറ്റിയില്ല. അല്ലാത്ത നമ്മൾ ക്രിക്കറ്റിനെ പുറത്ത് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ലാസ്റ്റ് എപ്പിസോഡ് തമ്മിൽ 2 ആഴ്ച മുമ്പാണ് നമ്മൾ എടുത്തത്. കേരളത്തിൽ സുന്ദരി മുഖ്യമന്ത്രി ഉണ്ട്. അതെ, മുഖ്യമന്ത്രി വന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് വന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ. അടിപൊളിയായിരിക്കും. നിയമസഭയിലൊക്കെ അടിപൊളിയായിരിക്കും. നമ്മൾ കാത്തിരിക്കുകയാണ് ഭാഗത്ത് നിയമസഭയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ മറ്റേ പുതിയൊരു പാർട്ടി വന്നത്, അത് ഭയങ്കര വിഷയമുള്ള സാധനമാണ് CJP. അതിന് ഒരുപാട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഡെപ്ത് പോകണില്ല, കാരണം നമ്മൾ പൊതുവെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ക്വാളിഫയർ 2 ആണ്. അത് നമ്മൾ കുറച്ച് ഫാസ്റ്റിലാണ് കണ്ടൻറ്റ് പോയത്. കാരണം നമ്മൾ ഞായറാഴ്ച എടുക്കേണ്ട വീഡിയോ നമ്മൾ ബുധനാഴ്ച എടുത്ത് നേരത്തെ പറഞ്ഞില്ല. ഞായറാഴ്ച കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.
അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച അഞ്ചാറ് ദിവസത്തിനകത്ത് നമുക്ക് എപ്പോഴും കാണാം. ബൈ 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 ബൈ.